കണ്ണൂരിൽ പോലീസിനെതിരെ സിപിഎം പോലീസുമായുള്ള വാക്കേറ്റത്തിൽ കല്യാശ്ശേരി എംഎൽഎ എം വിജിനെ പിന്തുണച്ച് നേതാക്കൾ രംഗത്ത് വന്നു. പഴയങ്ങാടിയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നും സിപിഎമ്മിന്റെ കുറ്റപ്പെടുത്തൽ. അതേസമയം കളക്ടറേറ്റ് മാർച്ചിൽ എംഎൽഎ ഒഴിവാക്കി 100ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. എം വിജിൻ എംഎൽഎയുമായുള്ള തർക്കത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി LDF കൺവീനർ കുറ്റപ്പെടുത്തി. എംഎൽഎയുടെ പേര് ചോദിച്ചത് പരിഹാസ്യ നടപടി. ഒരു എംഎൽഎയോട് പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത്. അതുകൊണ്ട് തന്നെ എംഎൽഎയോട് തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ കുറച്ച് ശബ്ദമുണ്ട് എന്നല്ലാതെ ഒരു തെറ്റായ വാക്കും വിജിൻ ഉപയോഗിച്ചിട്ടില്ല. എംഎൽഎ പിന്തുണച്ചും പോലീസിനെ വിമർശിച്ചും ജില്ലാ സെക്രട്ടറി MV ജയരാജനും രംഗത്തു വന്നു. അതിനിടെ നഴ്സുമാരുടെ കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്ത 100ഓളം പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. എന്നാൽ കല്യാശ്ശേരി എംഎൽഎ എം വിജിന്റെ പേര് FIRൽ നിന്നും ഒഴിവാക്കി. പോലീസാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നായിരുന്നു വിജിന്റെ പ്രതികരണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ സ്വാധീനവും ഞാൻ നടത്തിയിട്ടില്ല. കാരണം ഇന്നലെ നടന്ന ഞാൻ ആ സമരത്തിന്റെ ഭാഗമല്ല. ഞാൻ ആ സമരം അതിനകത്ത് എത്തിയതിനു ശേഷം ഉദ്ഘാടകനായി എത്തിയതാണ്. ടൗൺ SIക്കെതിരെ വിജിൻ നൽകിയ പരാതിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിനിടെ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ നേതാക്കൾ രൂക്ഷ വിമർശനമുയർത്തി. പോലീസ് ഉത്തരവാദിത്തം കാണിച്ചില്ലെന്നായിരുന്നു മാട ഏരിയ സെക്രട്ടറിയുടെ കുറ്റപ്പെടുത്തൽ. അതിന്റെ ഉത്തരവാദിത്വം CPIMനോ ചിലരെല്ലാം ആരോപിച്ചതുപോലെ DYFIക്കോ അതല്ലെങ്കിൽ ആ ഉദ്യമത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ തടഞ്ഞിട്ടുള്ള ചെറുപ്പക്കാർക്കോ ഉള്ളതല്ല. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ.